എന്തിന് നാം ജയിക്കണമെന്ന് ചോദിച്ചാൽ അധികാരം പിടിച്ചെടുക്കാനല്ല, അത് രണ്ടാമത്തെ ഉത്തരമാണ്. എന്തിന് നാം ജയിക്കണം ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം നമുക്ക് ഈ കേരളത്തോട് പറയാനുള്ളത്, അത്തം 10-ന് പൊന്നോണ പൂക്കളത്തിലേക്ക് മുല്ലയും പിച്ചയും ജമന്തിയും മന്ദാരവും തുമ്പയും തുളസിയും നുള്ളിയിടാൻ എല്ലാ മതക്കാരനുമുള്ള കേരളത്തെ നമുക്ക് സംരക്ഷിക്കണം. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കുന്ന ബലിപെരുന്നാളിൽ വയറ് നിറയെ ബിരിയാണി കഴിക്കുന്ന എല്ലാ മതക്കാരന്റെയും നാടായി കേരളത്തെ നമുക്ക് സംരക്ഷിക്കണം. മനുഷ്യന് വേണ്ടി മരക്കുരിശേറ്റിയ മഹാനുഭാവൻ ഉണ്ണിയേശു ജനിച്ച ഡിസംബർ 25-ന് നക്ഷത്രം പുഞ്ചിരിക്കുന്ന സകല മതക്കാരന്റെയും വീട് വേണം. ഈ കറുത്ത റോഡിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ നിസ്കാരത്തയമ്പുണ്ടോ, ഭസ്മക്കുറിയുണ്ടോ, കുരിശുമാലയുണ്ടോ നോക്കിയിട്ടാവരുത് ഓടിച്ചെന്നെടുക്കേണ്ടത്. ഇന്ന് കേരളത്തിലുള്ളതുപോലെ അയ്യോ എന്ന നിലവിളി കേട്ടാൽ അയൽവാസിയുടെ മതം നോക്കാതെ ഓടിപ്പോകുന്ന മനസ്സ് നമുക്ക് സംരക്ഷിക്കണം. അത് സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയ്ക്ക് ഇടം കൊടുക്കാത്തൊരു നാടായി ഈ പാവന നാടിനെ സംരക്ഷിക്കണം. അതിന് ഇടതുപക്ഷം ജയിച്ചേ മതിയാവൂ.